അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് ഒരു അരിപ്പൊടി ഉണ്ടാക്കണ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി കഴുകി പൊടിപ്പിച്ച് വറുക്കൂലേ, ആ വറുത്ത് നെയ്സ് പത്തിരി ഉണ്ടാക്കൂലേ, ആ പൊടി വെച്ചിട്ട് നമുക്ക് ഒരു അരിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടി വാട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ് ഇട്ടുങ്ങാൻ തളിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്ത് വാട്ടി കൊടുക്കുക. നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന മാതിരി തന്നെ കേട്ടോ വാട്ടുക. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടുന്നത് പോലെ വാട്ടിയെടുക്കുക. ഇപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മുക്കി വെച്ചാൽ മതി, ആവശ്യത്തിന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പോരായി ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നന്നാക്കി വാട്ടിയെടുത്തോളി. ഇപ്പോൾ പൊടിയൊക്കെ നന്നാക്കി വാട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളത് കുറച്ച് ചൂടാറിയിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ അത് ഒരുവിധം ചൂടിലാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. ഇത് പത്തിരിക്കൊക്കെ കുഴക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ ഒരു ഉറപ്പായിരിക്കും. അപ്പോൾ ഒരുവിധം ചൂടിൽ തന്നെ നമ്മൾ കൈ വെക്കാൻ തക്കത്തെ ആ ചൂടിൽ നമ്മൾ നന്നാക്കിയിട്ട് വെള്ളം തൊട്ട് കുഴച്ച് കൊടുത്താൽ മതി. പച്ചവെള്ളം അങ്ങനെ തൊട്ട് നന്നാക്കി കുഴച്ചതിൻ്റെ ശേഷം ഒരു ലേശം വെളിച്ചെണ്ണയും കൂടിയും കൈമലാക്കി ഞാൻ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ കൈ പറ്റാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം കുഴച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ചെടുത്ത് ഞാൻ ചെറിയ പിടിയാക്കി കൊടുക്കുക. ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പിടിയാക്കിയാൽ മതി. ചെറിയ ചെറിയ പിടി ഉണ്ടാക്കാവും. എരും പുളിയും ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ ചെറുതാക്കി ഉണ്ടാക്കണമല്ലോ, വലിയ ആയാലൊരു ഗുണം കിട്ടൂല. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്നായിട്ട് ഞാൻ ഈ പിടിയാക്കി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ പിടിയൊക്കെ ഉണ്ടാക്കി തീരാനായിരിക്കുന്നു. അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് പിടിയൊക്കെ റെഡിയാക്കി കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് വാട്ടിയെടുക്കണം. ഇത് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലാട്ടോ വാട്ടിയെടുക്കണത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ അതിൽ വെക്കണ പാത്രം ഉണ്ട് കേട്ടോ, അത് ഞാൻ എടുത്തില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഓട്ടപാത്രം എടുത്തെങ്ങാനെയാണ് വെച്ചത്. അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നാക്കി ഇട്ടെങ്ങാനും നന്നാക്കി മൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിടിയൊക്കെ അത് ആവി കിടന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ചിക്കൻ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ പിടിയിലേക്കുള്ള ചിക്കനാണ് കേട്ടോ അത്. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം അതാ വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെല്ലുള്ളി വാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് അടിച്ച് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിങ്ങനെ ഇളക്കി അതിലേക്ക് തക്കാളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കിയതും 2-3 പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കരിവേപ്പും കൂടി ഇട്ടുങ്ങാനി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നാക്കി ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആവി കിടന്ന് നന്നായിട്ട് ഒന്ന് വാടി കിട്ടട്ടെ. അപ്പോൾ അതാ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ അതിലേക്ക് 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. 1 സ്പൂണ് മുളകും പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയുണ്ട്, 1/2 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയുണ്ട്, 1/2 സ്പൂണ് ഗരം മസാല ഉണ്ട്, 1/2 സ്പൂണ് ബിരിയാണി മസാലൻ്റെ പൊടിയും കൂടിയുണ്ട്. എല്ലാ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടീനല്ലോ, അതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമല്ല കേട്ടോ ഒഴിക്കുന്നത്, ഞാൻ തളിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളത്തിനെക്കാട്ടി നല്ല ചുടുവെള്ളം തളിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താളിച്ച് വെക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലൊരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതിന് തളിച്ച വെള്ളമോ ചുടുവെള്ളമോ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചിക്കനിലൊക്കെ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാനി ഇനി മൂടി വെച്ചിങ്ങാനി നന്നായിട്ട് വേകട്ടെ. അപ്പോൾ അതാ നമുക്ക് ആ സമയം കൊണ്ട് നോക്കാം നമ്മളെ പിടി വെന്തിക്കണമെന്ന്. അപ്പോൾ പിടിയൊക്കെ അതാ നന്നായിട്ട് വെന്തിട്ടിരിക്കും കേട്ടോ, ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിന് തീ ഓഫാക്കി ഇങ്ങനെ ഇങ്ങോട്ട് അടുപ്പത്തു നിന്ന് എടുത്ത് വെക്കാം. ഇനി ആടെ കിടന്ന് ചൂടാറട്ടത്. അപ്പം നമുക്ക് ചിക്കൻ വേകുന്ന സമയം കൊണ്ട് ലേശം തേങ്ങ വറക്കട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിൻ്റെ ശേഷം കുറച്ച് തേങ്ങയിട്ട് അതിലേക്കൊരു സ്പൂണ് ചെറിയ ജീരകവും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് കൊടുക്കാം കേട്ടോ.
ഇതൊരുപാട് തീ കത്തിച്ച് വറുക്കരുത് കേട്ടോ, അത് കരിഞ്ഞു പോവും. ചെറിയ തീയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം പാർന്ന് അരക്കുകയൊന്നുമില്ല കേട്ടോ, അതൊന്ന് പൊടിച്ചിങ്ങനെ കിട്ടിയാൽ മതി. ഇത് പൊടിഞ്ഞ് കിട്ടുന്ന ആ രീതിയിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ അത് പൊടിച്ചാണ് നമ്മൾ ഈ പിടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഒരു വിധം പൊടിഞ്ഞത് ആയി കിട്ടിയിട്ടുണ്ട്, ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു വിധം ചൂടാറിയതിൻ്റെ ശേഷമാണ് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത് ഒരു തുള്ളിയും വെള്ളം കൂടാതെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിടി തട്ടി കൊടുക്കാം. ഇപ്പോഴൊക്കെ തട്ടി ഞാൻ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അതാ ഞങ്ങൾ തേങ്ങ വറുത്തിച്ചത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം. അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി, അരിയണ്ട. അപ്പോൾ അതും കൂടി തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പത്തിരിയും ചോറും ചപ്പാത്തിയും ഒക്കെ തിന്ന് മടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് വറവിട്ട് കൊടുക്കട്ടെ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെ നല്ല ടേസ്റ്റിയായ അരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.